ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഒന്നാമത്തെ നോമ്പാണല്ലോ. നമ്മളിന്ന് നോമ്പിന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കായട, ബണ്ണ് ഫില്ല് ചെയ്ത കടി, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ അതേപോലെ ഈത്തപ്പഴം. നമ്മൾ മെയിൻ സാധനമാണല്ലോ ഈത്തപ്പഴം. പിന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെയെല്ലാം ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ജ്യൂസ്, മുന്തിരി ജ്യൂസ്. മാഷാ അല്ലാ. പിന്നെ ഇന്ന് രണ്ട് മക്കൾക്കും നോമ്പുണ്ടായിട്ടുണ്ടായിന്. മഹറാവും സമാവും ഫുള്ള് ടയേർഡായിട്ടാണുള്ളത്, സ്കൂളിലെല്ലാം പോയത് കൊണ്ട്. അപ്പം നമുക്കിന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കൽ എങ്ങനെയെന്ന് നോക്കിയാലോ. നല്ല നല്ല സാധനമാണ്. കാരണം വെച്ചാൽ എണ്ണയൊന്നും ഇല്ല, അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഈ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള സമയത്ത് നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പം നമ്മൾ ചിക്കൻ എടുത്ത് ചിക്കൻ പെരക്കി വെച്ച് ചിക്കൻ പൊരിക്കാനിടയുന്നേ. ചിക്കൻ അധികം പൊരിയൊന്നും വേണ്ട. പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഈ പൊരിക്കുന്നത്. കാരണം വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഇതായിരിക്കും, എന്തോ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം പൊരിച്ച് വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ അതിൽ കുറച്ച് ചോപ്ഡ് വെളുത്തുള്ളി ഇട്ടു. പിന്നെ അതുപോലെ പച്ചമുളക് ഇട്ടു. പിന്നെ ഉള്ളി ഇട്ടു, ഉപ്പിട്ടു. അങ്ങനെയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ 2-3 സ്പൂണ് മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി നന്നായിട്ട് ഇളക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവില്ലേ, അത് മാറുന്നത് വരെ ഇളക്കണം. എന്നാലേ അതൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ. ഈ മൈദപ്പൊടി ഇടുന്നതെന്ന് വിചാരിച്ചാൽ അതൊരു ക്രീമി ടെക്സ്ചറും തിക്നെസ്സും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതൊരു വേറെ തന്നെ ടേസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ പാലൊഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരിഗാനോ, പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് എന്താക്കുക, മല്ലിച്ചപ്പില്ലേ, ചെറുങ്ങനെ മുറിച്ചതും കൂടി ഇടുക. പിന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് നുള്ളി വെച്ചതുണ്ടാവില്ലേ, അതും കൂടെ ഇടുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സിങ് കാരണം വെച്ചാൽ എല്ലായിടത്തും ചിക്കൻ എത്തണം, അങ്ങനെയുള്ള ഒരു ഇതാണ് മിക്സിങ്ങാണ്. പിന്നെ അതിനുശേഷം കുറച്ച് സമയം അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ആ ചിക്കനും കൂടെ ഒന്ന് ക്രീമി ആയിട്ടുള്ള സംഭവത്തിലൊന്ന് വേവാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ മയോണൈസ് ആക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊരിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ബണ്ണെടുത്ത് ഇതേപോലെ മുറിക്കുക. എന്നിട്ട് ആ ചെറിയ പീസില്ല അതെടുത്തിട്ട് അവിടെ മാറ്റി വെക്കണം കേട്ടോ. ഇത് ലാസ്റ്റ് നമുക്കെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ആ ബനിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതെല്ലാം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അതെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് വെക്കുക. അതെല്ലാം ആവശ്യമുണ്ട്. ഇപ്പം ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളങ്ങനെ ആക്കിയിട്ട് ഇടുന്നതെന്ന്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കേണ്ടതല്ലേ, അതിനുള്ള സ്പേസും വേണ്ടേ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് ആ ബനിൻ്റെ ഉള്ളിലെ സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്താക്കുന്നത്. അങ്ങനെ അതെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് മയോണൈസ് വെക്കുക വേണ്ടട്ടാ. അത് ഇതേപോലെ ഇനി എല്ലാം അതേപോലെ കട്ട് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ ഈ മുറിക്കുന്ന ഭാഗമല്ലോ, മുറിക്കുന്ന ഈ ചെറിയ പീസ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഇല്ലെങ്കിലെന്ന് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി മാറും. കാരണം വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുമ്പം ഇതിൻ്റെ പീസാണ്, പിന്നെ അതുപോലെ കണക്കാവില്ല, അങ്ങനെ സംഭവിക്കും. പിന്നെ അതുപോലെ നമുക്ക് മയോണൈസ് ആക്കാം. ഈ മയോണൈസ് ഉണ്ടല്ലോ, ഈ മുട്ട ഫ്രൈ ചെയ്തിട്ട് ആക്കുന്ന മയോണൈസ്, അത് നമുക്ക് കൂട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുപോലെ പേടിക്കണ്ട. പണ്ടെന്ന് വിചാരിച്ചാൽ പച്ചമുട്ട വെച്ചിട്ടല്ല ആക്കൽ, ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കൽ. ഇതാകുമ്പം പേടിക്കണ്ട, കുറച്ച് സമയം പുറത്ത് വെച്ചാലും അത് പോവില്ല. അങ്ങനെയാണ് ഈ മയോണൈസ്. അതുപോലെ നമ്മൾ സാധാരണ മറ്റേ പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസിനെ പോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റാണ് ഇത്. പിന്നെ അതുപോലെ നമ്മൾ ആ ബനിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മളെ മുറിച്ച് വെച്ച ബന്നെടുക്കുക. അതിൽ കുറച്ച് മയോണൈസ് 2-3 സ്പൂണ് മയോണൈസ് ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താക്കുക, നല്ലോണം എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. സ്പൂണിനെ കൊണ്ടോ കൈനെ കൊണ്ടോ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നാലേ അതിൽ പിന്നെ നമുക്കിപ്പോൾ കടിക്കുമ്പം ലാസ്റ്റ് മയോണൈസിൻ്റെ ടേസ്റ്റ് അടക്കം കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ ആക്കി വെച്ച പണ്ടുണ്ടാവില്ലേ മസാല, അത് നമ്മൾ എന്താക്കുക, ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുക. നല്ല വൃത്തിക്ക് തന്നെ ഫില്ല് ചെയ്യുക. അത് മയോണൈസ് ആക്കിയ പോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഫില്ല് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ കടിച്ചു കഴിഞ്ഞാൽ വെറും മയോണൈസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താക്കുക, ഒരു ചീസ് എടുക്കുക. ആ ചീസിന് നമ്മൾ എന്താക്കുക, 4 പീസായിട്ട് മുറിക്കുക. ഇത് ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതേപോലെ 4 പീസായിട്ട് മുറിക്കുക. എന്നിട്ട് ആ ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു ചെറിയ പോർഷൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതെടുത്തിട്ട് പൊത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. അങ്ങനെ അതിന് ശേഷം നമുക്ക് എന്താക്കാം, അത് പൊത്തി വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ ബനിൻ്റെ ഉള്ളിലത്തെ സംഭവം വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിട്ടേ, അത് ഇതിനെക്കൊണ്ട് നമ്മൾ ഈ ഒട്ടിക്കും പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക.
അതെന്ന് വിചാരിച്ചില്ലെങ്കിൽ വയ്യ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഈ സാധനത്തിനൊന്നും നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതില്ലെങ്കിൽ മസാലയും ബന്നും എല്ലാം വേറെ വേറെ ആയി പോവും. ഈ നമ്മൾ ഈ മുറിച്ച് വെച്ച ചെറിയ പീസ് അതിൽ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ. അതിനുശേഷം നമ്മൾ എന്താക്കി ഈ ബന്നിനെ മുക്കാനില്ല മുട്ടയടിച്ച് റെഡിയാക്കുന്നതാണ്. എന്നിട്ടാകുമ്പോൾ ആ മുട്ടയിൽ ഈ ബന്ന് മുക്കിയിട്ട് ലേശം നെയ്യൊഴിച്ച പാനിലേക്ക് അത് ഇടുക, ഫ്രൈ ചെയ്യാൻ, ചെറിയ ഫ്രൈ അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ മുട്ടയുടെ ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രൈ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അധികം ആകാൻ പാടില്ല. എൻ്റെത് കുറച്ചധികം കരിഞ്ഞു പോയിന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത്ര വേണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഇതിങ്ങനെ ആയതിന് ശേഷം നമ്മളെന്താക്കുക, മറിച്ചിട്ടതാണ് കേട്ടോ സംഭവം. മറിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് എന്താക്കുക, നമ്മളെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക ആയതിനു ശേഷം. അങ്ങനെ എല്ലാം നിരത്തി വെച്ച് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇതിൽ നല്ല ടേസ്റ്റ്. തണിഞ്ഞു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെയാണ് സംഭവം. ഇത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട്. അതുപോലെ ഇസിയാനും ഇരിക്കുന്നുണ്ട് നോമ്പ് പൊരിക്കാൻ. ഇസിയാൻ പറയുന്നത്, എനിക്ക് നോമ്പ്